മൈസൂരില് നിങ്ങൾ ഇതുവരെ കാണാത്തതും, അതുപോലെ ഇനി കാണാൻ പറ്റാത്തതുമായിട്ടുള്ളൊരു കാഴ്ചയായിട്ടൊന്ന് ഞാൻ കാണിച്ചിരുന്നത്. നമ്മൾ ഈ ഒരു റീൽസിലും അതുപോലെ വീഡിയോസിലും മാത്രം കണ്ടിട്ടുള്ള ഈ ഒരു കാഴ്ച നേരിട്ട് കണ്ടപ്പോൾ വല്ലാത്തൊരു ഫീലായിരുന്നു ട്ടോ. ആ ഒരു കാഴ്ച എന്നാ നിങ്ങളെയും കൂടെ നേരിട്ട് കാണിച്ചു തരാം. ഞങ്ങള് പോയത് രാവിലെ ഒരു 6:45 ആ ടൈമിലാട്ടോ. അപ്പോഴാണ് ഇത് ഇണ്ടാവുക, രാവിലെ ഇണ്ടാവുക ട്ടോ. അപ്പൊ ഇത് നമ്മുടെ പാലസിന്റെ മുമ്പിലാണ്. ഉം സ്റ്റാച്യു വരുന്നതിന്റെ ഓപ്പോസിറ്റ് പാലസിന്റെ ഓപ്പോസിറ്റ് സ്റ്റാച്യു ഉണ്ടല്ലോ. ആ ഒരു സ്റ്റാച്യു വരുന്ന ഗേറ്റിന്റെ അവിടെയാട്ടോ. അതായത് അവിടെ ഒരു ടെമ്പിൾ ഒക്കെ വരുന്നുണ്ട്. അതിന്റെ മുമ്പിലാണ്. അപ്പൊ ഇതെന്താ സംഭവംന്ന് വെച്ചാല്, നമ്മൾ ഈ ഒരു റീൽസിലും അതുപോലെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഒരുപാട് ആയിരക്കണക്കിന് പ്രാവുകൾ വന്ന് ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഒരുമിച്ച് ഇങ്ങനെ പറക്കുക. ഒക്കെ കാണാൻ ഒരു നല്ല ഭംഗിയാണല്ലോ. ഞാനൊക്കെ ഇതുവരെ വീഡിയോസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ട്ടോ. ഇവിടെ വന്നപ്പോഴാണ് നേരിട്ട് കണ്ടത്. ഇപ്പൊ നമ്മളെ നാട്ടില് പൊതുവെ ഈ ഒരു കാഴ്ച ഇല്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് ട്ടോ. പിന്നെ ഇതാ നിങ്ങൾ ഇനി കാണാൻ പോകുന്നില്ല, ഈ കാഴ്ച ഇനി കാണാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞ കാരണം ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയാട്ടോ. അപ്പൊ ഇതാ നിങ്ങൾ കാഴ്ച കണ്ടു നോക്കൂ. ഇതെന്താ മൊത്തം ഇങ്ങനെ പറഞ്ഞത്? എനിക്ക് പേടിയില്ല. ഇങ്ങനെ പ്രാവുകൾക്ക് കൊടുക്കണ ഈ ഒരു ഫുഡ് ഓരോരുത്തർ ഇങ്ങനെ സ്പോൺസർ ചെയ്യുന്നുണ്ട് ട്ടോ. ഇപ്പൊ ബർത്ത്ഡേ ഒക്കെ ആവുമ്പോ അവിടെ ദാ ഈ ഒരു ഫുഡ് കൊണ്ടിട്ടാ അവര് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഫുഡ് കൊണ്ട് തന്നെ ഇങ്ങനെ പേര് എഴുതുന്നുണ്ട് ട്ടോ അവിടെ. ഹാപ്പി ബർത്ത്ഡേന്ന്, അതുപോലെ ആ ഒരു പേരും അവിടെ എഴുതി വെക്കുന്നുണ്ട് ട്ടോ. അപ്പൊ ഇങ്ങനെ ഓരോരുത്തര് വന്നിട്ട് ഇങ്ങനെ അവരെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ഫുഡ്. ചില ആൾക്കാര് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുക്കാൻ അധികം അവരിങ്ങനെ ഈ ഒരു കളത്തിന്റെ പുറത്തൊക്കെ ആവാൻ അവര് സമ്മതിക്കുന്നില്ല ട്ടോ. കാരണം ആ ഒരു വൈറ്റ് ലൈനിന്റെ ഉള്ളിൽ തന്നെ അവര് ഫുഡ് കൊടുക്കുന്നത്. ഈ ഒരു ഫീഡ് ചെയ്യുന്ന ടൈമില് തൊട്ടടുത്ത് നിക്കാനും അവര് സമ്മതിക്കുന്നില്ല. കുറച്ചൊന്ന് വിട്ട് നിക്കാനാ പറയുന്നത് ട്ടോ. ഒന്ന് ഗ്യാപ്പ് ഇട്ട് നിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തര് സ്പോൺസർ ചെയ്തിട്ട് കൊടുക്കാന്ന് തോന്നുന്നു ട്ടോ ഈ ഒരു ഫുഡ്. പിന്നെ ടെമ്പിളിൽ നിന്ന് കൊടുക്കുന്നുണ്ടാവും. എനിക്കറിയില്ല. ഞാനത് കണ്ട കാഴ്ചയാട്ടോ നിങ്ങളായിട്ട് പറഞ്ഞത്. പക്ഷെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടായിട്ടുണ്ടായിരുന്നു ഇത് കണ്ടിട്ട്. കാരണം ഇങ്ങനെ അവരാദ്യായിട്ട് കാണുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് നല്ല രസണ്ടായിരുന്നു കാണാൻ വേണ്ടി. പിന്നെ ഇത് ഇനിയിവിടെ നിങ്ങക്ക് കാണാൻ പറ്റില്ലാന്ന് ഞാൻ പറഞ്ഞ കാരണം ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ട്ടോ. ഈ ഒരു പ്രാവിനെ ഫീഡ് ചെയ്യുന്നത് അവര് നിർത്തലാക്കിയിട്ടുണ്ടെന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളതിന് ശേഷം 2 പ്രാവശ്യം പോയപ്പോഴും ഇത് കണ്ടിട്ടില്ല ട്ടോ. ഇത് കാണാൻ സംഭവത്തിൽ നല്ലൊരു രാവിലെ തന്നെ ഇത് കാണുമ്പോ നല്ല രസായിരുന്നു ട്ടോ. എന്തോ ഈ ഒരു പ്രാവിനെ ഫീഡ് ചെയ്യുമ്പോ അതിന്റേതായിട്ടുള്ള ദോഷങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രാവിനെ ഫീഡ് ചെയ്യുന്നത് നിർത്തലാക്കിയതിന്റെ ന്യൂസ് ഉണ്ടായിരുന്നു ട്ടോ. അപ്പൊ അതുകൊണ്ടാ ഇനി നിങ്ങക്കിത് കാണാൻ പറ്റില്ലാന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ കുറച്ച് മുമ്പ് എടുത്ത വീഡിയോ ആയിരുന്നു. അതുകൊണ്ട് ഇവിടെ നിങ്ങക്ക് കാണാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പൊ ദാ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ മറക്കരുത് ട്ടോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.